എനിക്ക് നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഗ്നിയുമായി ക്യാബിനിലേക്ക് പോയി. ക്യാബിനിലേക്ക് കയറിയതും വല്ലാത്തൊരു ശൂന്യത അഗ്നിക്ക് അനുഭവപ്പെട്ടു. മനസ്സ് മുഴുവൻ അവളായിരുന്നു, മിത്ര. ഡോക്ടർ അഗ്നിയോട് ഇരിക്കാൻ പറഞ്ഞു. അഗ്നി ആകെ ഭയത്തിലായിരുന്നു. മിത്രയ്ക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുമെന്ന് അവന് തോന്നി. അതിൻ്റെ പ്രതിഫലനമെന്നോണം അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ രൂപപ്പെട്ടു. അഗ്നിയെ ഒന്ന് നോക്കിയതിനു ശേഷം ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ മിസ്റ്റർ അഗ്നിദേവ്. യെസ് മിസ്റ്റർ അഗ്നിദേവ്. മിത്രയുടെ കണ്ടീഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കൂടാതെ ബ്ലീഡിംഗ് ഉണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. മിത്രയുടെ കുഞ്ഞിനിപ്പോൾ 8 മാസത്തെ വളർച്ചയാണുള്ളത്. കണക്ക് പ്രകാരം ഡെലിവറിക്ക് ഇനിയും 1 മാസത്തെ സമയമുണ്ട്. എന്നാൽ മിത്രയുടെ ആരോഗ്യനില വഷളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തേ പറ്റൂ. എങ്കിൽ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ മിത്ര? അത് പറയുമ്പോൾ അഗ്നിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഒപ്പം കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഡോക്ടർ സംസാരിച്ചു തുടങ്ങി. സോറി, അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും ശ്രമിക്കാം. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞിനെ സേഫായി രക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ മിത്ര രക്ഷപ്പെട്ടാലും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. അതിനു മുൻപ് ഈ പേപ്പേഴ്സ് ഒന്ന് സൈൻ ചെയ്യണം. അഗ്നിയുടെ നേരെ ഒരു ഫയൽ നീട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. അഗ്നി ആ ഫയലിൽ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ ഒന്ന് നോക്കി. ശേഷം നിറഞ്ഞ കണ്ണുകളോടെ ആ പേന കയ്യിലെടുത്തു. എന്നിട്ട് സൈൻ ചെയ്തു. അപ്പോഴേക്കും അഗ്നിയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ നിലത്തേക്ക് പതിച്ചിരുന്നു. എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അഗ്നി ഡോക്ടറെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഞാൻ സഹിച്ചെന്ന് വരും. എന്നാൽ എൻ്റെ മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ചുവന്ന എന്നാൽ നിറഞ്ഞ കണ്ണുകളോടെ ഡോക്ടറെ ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു പുറത്തേക്ക് പോയി. താൻ പറയുന്നത് എന്താണെന്ന് പോലും അഗ്നിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അഗ്നിയുടെ ചുവന്നു നിൽക്കുന്ന കണ്ണുകളിൽ വേദനയായിരുന്നു. മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് ചിന്തിക്കുക പോലും സാധ്യമല്ല. തെറ്റ് ചെയ്ത് അവനാണ്, പാപിയാണ്. ഇന്നതിന് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണ്. പകരം മിത്രയുടെ ജീവൻ മാത്രം തിരികെ കിട്ടിയാൽ മതി. എനിക്ക് കിട്ടിയില്ലെങ്കിലും എവിടെയെങ്കിലും സന്തോഷത്തോടെ അവൾ ജീവിക്കുന്നത് കണ്ടാൽ മതി. അഗ്നിയുടെ കണ്ണിൽ നിന്നും നീർമുത്തുകൾ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. വല്ലാത്തൊരു വേദനയോ ഒറ്റപ്പെടലോ അവനെ ബാധിക്കുന്നത് പോലെ. ഇരുന്ന് കാലടികളോടെ ഐസുവിനടുത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. പതിയെ തല ഉയർത്തി നോക്കിയതും കാണുന്നത് തന്നെ പകയെരിയുന്ന കണ്ണുകളെ നോക്കുന്ന ഗിരിധരനെയാണ്. എന്തുകൊണ്ടോ ആ സമയം അവനെ എതിർക്കാനോ പ്രതികരിക്കാനോ അഗ്നിക്കായില്ല. മാനസികമായി അവൻ അത്രത്തോളം തകർന്നിരുന്നു. മിത്രയെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്ക് തന്നൂടായിരുന്നോ അവളെ? പൊന്നുപോലെ ഞാൻ നോക്കുമായിരുന്നല്ലോ. കുറച്ചു വർഷങ്ങളായി നെഞ്ചിലിട്ട് നടക്കുവാൻ ഞാൻ അവളെ. അവളുടെ ഹൃദയത്തിൽ മറ്റൊരാൾക്കാണ് സ്ഥാനമെന്ന് അറിഞ്ഞപ്പോൾ സ്നേഹത്തോടെ അത്രത്തോളം വേദന സഹിച്ചു ഞാൻ വിട്ടുകൊടുത്തതാണ് അവളെ. അവൾക്ക് വേണ്ടി, അവളുടെ സന്തോഷത്തിനു വേണ്ടി അത്രത്തോളം ഞാൻ മിത്രയെ പ്രണയിച്ചിരുന്നു. ഗിരിധരൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും അഗ്നി മനസ്സിലാക്കുകയായിരുന്നു അവൾ എത്രത്തോളം അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന്, അവൻ എത്രത്തോളം അവളെ പ്രണയിച്ചിരുന്നു എന്ന്. സംസാരിച്ചു നിർത്തുമ്പോൾ ഗിരിയുടെ ശബ്ദം ഇടറുന്നത് അഗ്നി ശ്രദ്ധിച്ചു. എന്നാൽ അപ്പോഴും അഗ്നിയെ ചുട്ടരിക്കാനുള്ള പകയോടെ നോക്കുകയായിരുന്നു അവൻ. നീയോ ഒന്നുമല്ലാത്ത കാരണത്തിൻ്റെ പേരിലില്ലാത്ത ദേഷ്യവും വിദ്വേഷവും ഉണ്ടാക്കി അവളുടെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലേ? ഒരു പെണ്ണൊരിക്കലും പൊറുക്കാത്ത തെറ്റ് നീ ചെയ്തിട്ടില്ലേ അവളോട്? മിത്ര ഇന്ന് ഈ അവസ്ഥയിലായിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം നീയാണ്, നീ മാത്രം. ഗിരിയുടെ ആ വാക്കുകൾ അഗ്നിയെ കുറച്ചല്ല നോവിച്ചത്. എന്നാൽ അപ്പോഴും അവനെതിരെ അഗ്നി ശബ്ദമുയർത്തിയില്ല. കാരണം ആ പറഞ്ഞതിലും സത്യമുണ്ട്. തൻ്റെ മുൻപിൽ തല താഴ്ത്തി കുറ്റവാളിയെ പോലെ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ഗിരിയുടെ ദേഷ്യം കൂടി. അബോധാവസ്ഥയിൽ കിടക്കുന്ന മിത്രയുടെ രൂപവും ഡോക്ടർ അവനോട് പറഞ്ഞ കാര്യങ്ങളും ഓർത്തതും ഗിരി ഒന്നുകൂടെ അഗ്നിയെ തന്നോട് ചേർത്ത് പിടിച്ചു. എന്ത് തെറ്റാടാ അവൾ നിന്നോട് ചെയ്തത്? മറ്റുള്ളവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും മാത്രമേ അവൾക്കറിയൂ. പിന്നെ അവളുടെ ധൈര്യവും തൻ്റെ ഇടവും അത് അവളുടെ വെറും മുഖമൂടിയാണ്. ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചോ അഗ്നിദേവ്, മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നോട് പകരം ചോദിക്കുന്നത് ACP ഗിരിധർ ആയിരിക്കും. വിലങ്ങ് വെക്കാനോ ജയിലിടാനോ ശ്രമിക്കില്ല ഞാൻ. കൊന്നു കളയും നിന്നെ. മിത്ര ഐസുവിലാണ് എന്നറിഞ്ഞ് അങ്ങോട്ട് ഓടി വരുന്ന രോഹൻ കാണുന്നത് അഗ്നിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനോട് സംസാരിക്കുന്ന ഗിരിധരനെയാണ്.
ഒരു നിമിഷം ആ കാഴ്ച വിശ്വസിക്കാനാവാതെ നോക്കി നിന്നുപോയി റോഹൻ. കാരണം അഗ്നി ആരുടെ മുൻപിലും തല താഴ്ത്തി കണ്ടിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് തുറന്ന് സമ്മതിച്ചു തല ഉയർത്തി നിൽക്കുന്നവൻ ഇന്ന് അവനൊരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നു. പഴയ അഗ്നിദേവായിരുന്നുവെങ്കിൽ ഇപ്പൊ ACP ഗിരിധരനെ ചുവരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. ഇനിയും താൻ ഈ നൃത്തം തുടർന്നാൽ ചിലപ്പോൾ ഇത് സംഘർഷത്തിലേക്ക് പോകുമെന്ന് മനസ്സിലായതും റോഹൻ അവർക്കിടയിലേക്ക് കയറി വന്നു. സർ, മാറ്, അവനെ വിടാൻ. റോഹൻ ഒരുവിധം ഗിരിധരനെ മാറ്റി നിർത്തി. എന്നാൽ അപ്പോഴും അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഇപ്പം ഞാൻ കൈയെടുക്കുന്നു, പക്ഷേ ഇവനെ വെറുതെ വിടുമെന്ന് കരുതണ്ട. മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എല്ലാവരെ കൊണ്ടും അതിന് സമാധാനം പറയിപ്പിക്കും ഞാൻ. അവൾക്ക് ആരുമില്ലെന്ന് നിങ്ങൾ കരുതണ്ട. ഗിരിധരൻ്റെ ഓരോ വാക്കുകളും കുത്തി നോവിച്ചത് റോഹനെയാണ്. കാരണം മിത്ര ഈ അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും ഉത്തരവാദി താൻ മാത്രമാണ്. അഗ്നിയോട് ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് മാത്രമാണ് അവൻ മിത്രയെ തന്നെ ഏൽപ്പിച്ച് പോയത്. പക്ഷേ തൻ്റെ ശ്രദ്ധക്കുറവ് മൂലം തൻ്റെ സഹോദരി സ്ഥാനത്തുള്ളവൾ ഹോസ്പിറ്റൽ ജീവന് വേണ്ടി പോരാടി കിടക്കുന്നു. തൻ്റെ ആത്മസുഹൃത്ത് ഇന്നൊരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നു. സർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് മിത്ര. റോഹൻ ഗിരിയോട് സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് അഗ്നി അവൻ്റെ കൈകളിൽ കയറി പിടിച്ച് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. നിങ്ങളൊന്നും പറയണ്ട. ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഗിരി ദേഷ്യത്തോടെ ചെയറിലേക്കിരുന്നു. അപ്പോഴും അഗ്നിശീല പോലെ ആ നിൽപ്പ് നിന്നു. അഗ്നി നേരെ ചെയറിലേക്കിരുന്നു. അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ചിരുന്നു. അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ റോഹനും. അഗ്നിയുടെ കണ്ണുനിൽ കണ്ണുനീർ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. മനസ്സ് മുഴുവൻ മിത്ര. അല്പസമയത്തിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് തുറന്ന് നഴ്സ് പുറത്തേക്ക് ഇറങ്ങി. അതുവരെ സ്തംഭിച്ചിരുന്ന അഗ്നി അവരെ കണ്ടതും എഴുന്നേറ്റടുത്തേക്ക് പോയി. മിത്ര, അതുമാത്രമായിരുന്നു അവൻ ചോദിച്ചത്. അവൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അവർ ഉഴറി. മിത്രയുടെ ഡെലിവറി കഴിഞ്ഞു. ആൺകുഞ്ഞാണ്. ഓപ്പറേഷനാണ്. കുഞ്ഞ് സേഫാണ്. ബട്ട് വളർച്ച കുറവുള്ളതുകൊണ്ട്. മിത്രയ്ക്ക് എങ്ങനെയുണ്ട്? തൻ്റെ ക്ഷമ നശിച്ചതും ദേഷ്യത്തോടെ അഗ്നി അലറി. അവൻ്റെ ചുവന്നു നിറഞ്ഞ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും അവരെ ഭയപ്പെടുത്തി. അത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഡോക്ടർ പറയണം. അവനൊന്നും സംസാരിക്കാതെ ചെയറിലേക്കിരുന്നു. ഒരു പക്ഷേ മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാകും അഗ്നി. ആ സമയം അവൻ്റെ മനസ്സിൽ ആ കുഞ്ഞിന് സ്ഥാനമുണ്ടായിരുന്നില്ല. മിത്രയായിരുന്നു, മിത്ര മാത്രം. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒരു നോക്ക് കാണാനും അവൻ തോന്നിയില്ല. അതുവരെ നിയന്ത്രിച്ചു വെച്ചിരുന്ന കണ്ണുനീരും ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന കണക്കെ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ സമയം മുഴുവൻ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ സഞ്ചരിക്കുകയാണ് മിത്ര. ഈ നിമിഷം അത്രയും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തിരുന്ന് ഉരുകുകയാണ് അഗ്നി. കുളിക്കാനോ വസ്ത്രം മാറാനോ എന്തിന് ബാത്റൂമിൽ പോകാൻ പോലും അവൻ എഴുന്നേറ്റില്ല. അത് ഇരുപ്പ്, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതല്ലാതെ ആ മുഖത്തൊരു പ്രതികരണവുമില്ല. കുറച്ച് സമയത്തിനു ശേഷം പുറത്തേക്ക് ഡോക്ടർ വന്നു. ഡോക്ടറെ കണ്ടതും അഗ്നി അവരുടെ അടുത്തേക്ക് പോയി. അഗ്നിക്ക് അവരോട് ചോദിക്കാൻ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിത്ര. അഗ്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഡോക്ടർ പറഞ്ഞു, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും അത്ഭുതകരമായി മിത്ര രക്ഷപ്പെടില്ലായിരുന്നു. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും അഗ്നിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. സന്തോഷത്തിൽ ആ കണ്ണുകൾ ഒന്ന് വിടർന്നു. എനിക്ക് ഒന്ന് കാണാൻ. അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാൻ മടിക്കുന്നത് പോലെ തോന്നി. നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അപ്പോൾ കാണാം. ആശ്വാസത്തോടെ അഗ്നി കണ്ണുകൾ രണ്ടും അടച്ചുവെങ്കിലും മിത്രയെ ഒന്ന് കാണാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം അവനിൽ ഉണ്ടായിരുന്നു. ദേവാ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അഗ്നി കാണുന്നത് വെപ്രാളത്തോടെ അടുത്തേക്ക് വരുന്ന ജാനകിയാണ്. മോനെ, എൻ്റെ മിത്രമോള്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജാനകി തിരക്കി. അവൾക്ക് ഒന്നുമില്ല, സേഫാണ്. മോനെ, കുഞ്ഞെവിടെ? അപ്പോഴാണ് അവന് സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് ഓർമ്മ വന്നത്. മിത്രയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൺകുഞ്ഞാണ് എന്ന് മാത്രം കേട്ടുള്ളൂ. പിന്നെ കുഞ്ഞിനെക്കുറിച്ച് താൻ തിരക്കിയില്ല. മനസ്സ് മുഴുവൻ മിത്ര മാത്രമായിരുന്നു. പറ ദേവ, കുഞ്ഞെവിടെ? മോനാണോ മോളാണോ? ആൺകുഞ്ഞാണ് ആൻറ്റി. നേരത്തെ ഡെലിവറി നടന്നതുകൊണ്ട് കുഞ്ഞിന് വളർച്ച കുറവുണ്ട്. ഇപ്പം കാണാൻ കഴിയില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പോയി കാണാം. ജാനകിയുടെ കണ്ണ് നിറഞ്ഞു. ആ കുഞ്ഞുമുഖം കാണാൻ മനസ്സ് കൊതിച്ചു. കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അങ്ങനെയൊന്നുമില്ല ആൻറ്റി.
അവൻ്റെ സംസാരം കേട്ടതും ജാനകി ചെയറിലേക്കിരുന്നു. രോഹൻ പതിയെ അഗ്നിയുടെ അടുത്തേക്ക് പോയി. അഗ്നി, മിത്ര ഓക്കെയാണ്, ഇനിയെങ്കിലും ഒന്ന് ഫ്രഷായിട്ട് വാ, കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണാം. ഈ കോലത്തിലാണോ നീ കുഞ്ഞിനെ കാണാൻ പോകുന്നത്? ഹോസ്പിറ്റൽ ഒരു മുറിയെടുത്തിട്ടുണ്ട്, ഇതിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട്, ഫ്രഷായിട്ട് വാ. രോഹിണി ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി അവൻ്റെ കയ്യിലുള്ള കവറുകൾ വാങ്ങി. ഞാൻ വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടണം, അഗ്നി രോഹിണി നോക്കിക്കൊണ്ട് പറഞ്ഞു. രോഹിൻ എന്തോ മനസ്സിലായതുപോലെ ചിരിച്ചു. ആ ചിരിയിൽ പലതും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ വസ്ത്രവുമായി അഗ്നി ഫ്രഷാവാൻ മുറിക്കകത്തേക്ക് കയറി. രോഹിൻ കൊടുത്ത കവറ് തുറന്ന് അതിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സ് പുറത്തേക്കെടുത്തു. ഡോറ് തുറന്ന് ബാത്റൂമിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവൻ കണ്ണാടി സ്വയം ഒന്ന് നോക്കി. ചുവന്നു വീങ്ങിയ കണ്ണും കൺതടങ്ങളും വരണ്ട ചുണ്ടും അവനെ സ്വയം മറ്റൊരാളെ പോലെ തോന്നിപ്പിച്ചു. മിത്ര തന്നെ എത്രത്തോളം ദുർബലനാക്കിയിരിക്കുന്നു. അഗ്നി ആർക്ക് വേണ്ടിയും ആർക്കു മുൻപിലും തല താഴ്ത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് ഗിരിയുടെ ഓരോ വാക്കുകളും തൻ്റെ നെഞ്ചിലാണ് തറച്ചത്. അവൻ തന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും കേൾക്കാൻ അർഹതപ്പെട്ടവനാണ്. തൻ്റെ ഹൃദയത്തെ കീറിമുറിക്കാൻ കെൽപ്പുള്ള വാക്കുകളായിരുന്നു അത്. എങ്കിലും താൻ അതിന് അർഹതപ്പെട്ടതാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് തല താഴ്ത്തി നിന്നത്, എല്ലാം കേട്ടു നിന്നത്. മിത്രയോട് താൻ ചെയ്ത തെറ്റിനതിനേക്കാൾ മേലെ താൻ അർഹിക്കുന്നുണ്ട്. ഇനിയൊരു പക്ഷേ മിത്ര തന്നോട് ക്ഷമിച്ച് തൻ്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവളെ ഇനി തടവറയിലാക്കി ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അവളുടെ ഇഷ്ടമാണ്, അതിലുപരി അവളുടെ സ്വാതന്ത്ര്യമാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ രണ്ടുപേർക്കും തൃപ്തിയോടെ ഒരു തീരുമാനമെടുത്തതിന് ശേഷം മിത്രയെ അവളുടെ ഇഷ്ടപ്രകാരം അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൾ ജീവിക്കട്ടെ. അതിന് ഗിരിയോടൊപ്പമാണെങ്കിലും ആ ജീവിതത്തിൽ അവൾ സന്തുഷ്ടയാണെങ്കിലും ഞാനും സന്തുഷ്ടനാണ്. ചിന്തകൾ കാട് കയറുമ്പോൾ അഗ്നിയുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. മിത്രയെ തന്നിൽ നിന്നും അകറ്റുന്നത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റുന്നതിന് തുല്യമാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഞാൻ. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇനിയും ഇത്ര ദുരന്ത ജീവിതം നയിക്കേണ്ട. തനിച്ചൊരുക്കി തീരാനാണ് തൻ്റെ വിധിയെങ്കിൽ അത് അങ്ങനെ തന്നെ അവസാനിക്കട്ടെ. ചിന്തകൾക്കൊടുവിൽ ശാന്തമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അഗ്നി ഷവറിനടിയിലേക്ക് നിന്നു. അതിൽ നിന്നും തലയിലേക്ക് പതിച്ച തണുത്ത വെള്ളത്തിന് അവൻ്റെ ചുട്ടുപൊള്ളുന്ന മനസ്സിനെ ശാന്തമാക്കാനായില്ല. റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അഗ്നി കവറിലുള്ള വസ്ത്രമെടുത്ത് അത് മാറി പുറത്തേക്ക് വന്നു. കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷയിൽ ജാനകിയും രോഹനും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അഗ്നിയെ കണ്ടതും രോഹൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അഗ്നി, നീ കയറി കണ്ടോ? ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ കുഞ്ഞിനെ കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നൊരിക്കൽ കണ്ടോളാം. കുഞ്ഞിനെ ആദ്യം കാണേണ്ടത് നീ തന്നെയാണ്. അഗ്നിയെ നോക്കിക്കൊണ്ട് രോഹൻ അത് പറഞ്ഞതും അഗ്നി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഡെലിവറി നേരത്തെ ആയതിനാൽ കുഞ്ഞിന് വളർച്ചയും തൂക്കവും കുറവായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എടുക്കാനും തലോടാനും ആർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു ദൂരെയായി തൊട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും അവനിൽ ഉണരുകയായിരുന്നു ആ നിമിഷം. ശാന്തമായി ഉറങ്ങുന്ന ആ കുഞ്ഞു ഉറക്കത്തിൽ ചിരിക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കും തൻ്റെ കൈപ്പത്തിയിലേക്കും അവൻ മാറി മാറി നോക്കി. കുഞ്ഞിൻ്റെ തലയേക്കാൾ തൻ്റെ കൈപ്പത്തി എത്രയോ വലുപ്പമുണ്ട് എന്ന് തോന്നി അവന്. കുഞ്ഞിനെ തൊടാൻ അതിയായ ആഗ്രഹം തോന്നിയെങ്കിലും അത് നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അഗ്നി പുറത്തേക്കിറങ്ങി. എങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖം വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നി അവന്. അല്പം അടിച്ചിട്ടാണെങ്കിലും അഗ്നി പുറത്തേക്കിറങ്ങി. അഗ്നി നേരെ ഐസുവിനടുത്തേക്ക് വന്നു. അവനെ കാത്ത് രോഹൻ അവിടെ നിൽക്കുന്നുണ്ട്. അഗ്നി രോഹനെ ഒന്ന് നോക്കിക്കൊണ്ട് ഐസുവിനടുത്തേക്ക് പോയി. ഡോറിലുള്ള ചെറിയ ഹോൾസിലൂടെ അകത്തേക്ക് നോക്കി. ഓക്സിജൻ മാസ്ക് വെച്ച് കണ്ണുകൾ അടച്ചു കിടക്കുന്ന മിത്രയെ കണ്ടതും ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അഗ്നി, പോകാം. രോഹൻ അത് പറഞ്ഞതും അഗ്നിയുടെ ഭാവം മാറി. കണ്ണുകൾ ചുവന്ന് പേശികൾ വലിഞ്ഞു.